വെൽക്കം ടു SSC മലയാളി. ഇന്ന് നമ്മൾ ഇന്ത്യൻ പൊളിറ്റിയിലെ ലോകസഭ എന്നൊരു ടോപ്പിക്കാണ് ഡീൽ ചെയ്യുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 5 ലോകസഭയെ പറ്റി പറയുന്നത്. പാർട്ട് 5 തന്നെ വരുന്ന പ്രസിഡന്റ് എന്നൊരു ടോപ്പിക്ക് നമ്മൾ ഇതിനു മുന്നേ ഒരു ക്ലാസ്സിൽ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലെ ലെജിസ്ലേറ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് പാർലമെന്റ് ആണ് എന്ന് നമുക്കെല്ലാം അറിയാം. ആ പാർലമെന്റിലെ രണ്ട് ബോഡികളാണ് രാജ്യസഭയും ലോകസഭയും. അതിൽ ലോകസഭയെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ, അതിന്റെ എല്ലാ പോയിന്റുകളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ടോപ്പിക്കിലേക്ക് വരാം. ലോകസഭ എന്ന് പറയുമ്പോൾ അത് പല പേരുകൾ അറിയപ്പെടുന്നുണ്ട്. ലോകസഭ ഈസ് നോൺ ആസ് ലോവർ ഹൗസ്, അല്ലെ? ലോകസഭ പാർലമെന്റിന്റെ ലോവർ ഹൗസ് എന്നറിയപ്പെടുന്ന ലോകസഭയാണ്. പാർലമെന്റിന്റെ അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. ലോവർ ഹൗസ് എന്നൊരു പേരുണ്ട്. അതുപോലെ വിധാൻസഭ എന്ന് വിളിക്കാറുണ്ട്, പോപ്പുലർ ചേംബർ എന്ന് വിളിക്കാറുണ്ട്, ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് വിളിക്കാറുണ്ട്. ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് ലോകസഭയെ വിളിക്കാറുണ്ട്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് രാജ്യസഭയെ വിളിക്കാറുണ്ട്. ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് വിളിക്കാൻ കാരണം ലോകസഭയിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ലോകസഭാ മെമ്പർ ഓഫ് പാർലമെന്റിലെ ലോകസഭാ മെമ്പേഴ്സ് എങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ്? ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്നവരാണ്, അല്ലെ? രാജ്യസഭയിലെ മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത് MLA-മാര് വോട്ട് ചെയ്തിട്ടാണ്. ജനങ്ങൾ നേരിട്ടല്ല, ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സ് വഴിയാണ് അവർ തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇൻഡയറക്ട്ലി എലക്റ്റഡ് ആണ്. നേരെ മറിച്ച് ലോകസഭാ മെമ്പേഴ്സ് നേരിട്ട്, അല്ലെ? എങ്ങനെയാ ലോകസഭാ മെമ്പർ? നമ്മുടെ നാട്ടിലൊക്കെയുള്ള ലോകസഭാ മെമ്പർ അവര് ഒരു കോൺസ്റ്റിറ്റ്യുവൻസി, അല്ലെ? ഒരു ലോകസഭാ മണ്ഡലം എന്ന് പറയുന്ന മണ്ഡലത്തിലെ ആളുകൾ എല്ലാവരും വോട്ട് ചെയ്തിട്ടാണ് ഒരു ലോകസഭാ മെമ്പറെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നവരുടെ ബോഡി ആയതുകൊണ്ടാണ് ഹൗസ് ഓഫ് പീപ്പിൾ എന്നൊരു പേരിൽ അത് അറിയപ്പെടുന്നത്. അപ്പൊ എന്തായാലും ലോകസഭ ഇസ് ദ ലോവർ ഹൗസ് ആൻഡ് ലോകസഭ ഇസ് ദ ഹൗസ് ഓഫ് ദി പീപ്പിൾ. ഓക്കെ, ഇനി ലോകസഭയെ പറ്റി ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആർട്ടിക്കിൾ 81 ആണ്. ആർട്ടിക്കിൾ 81 ഡീൽസ് വിത്ത് കമ്പോസിഷൻ ഓഫ് ലോകസഭ. ആർട്ടിക്കിൾ 81 ആണ്. ആർട്ടിക്കിൾ 81 കമ്പോസിഷൻ ഓഫ് ലോകസഭ. ഓക്കെ, ഇടയിലെ ലോകസഭയെ കോമ്പോസിഷൻ ചെയ്യുന്നതിനെ പറ്റി പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 81 ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 5 ആർട്ടിക്കിൾ 81. ഇനി ആദ്യമായി ഇന്ത്യയിലെ ലോകസഭ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എപ്പോൾ എന്നുള്ളതാണ് അടുത്ത രണ്ട് ഡേറ്റുകൾ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് 1952 17th ഏപ്രിലാണ്. 17th ഏപ്രിൽ 1952, 1952 ഏപ്രിൽ 17 ലോകസഭ ആദ്യമായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 1952 മെയ് 13 അതിന്റെ ഫസ്റ്റ് മീറ്റിംഗ് ചേരുന്നത്. 13th മെയ് 1952 ഫസ്റ്റ് മീറ്റിംഗ് ചേരുന്നത്. ഓക്കെ, അത് അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞേ ഉള്ളൂ. ഇനി ലോകസഭയിലെ എത്ര മെമ്പേഴ്സ് ഉണ്ട്, മാക്സിമം എത്രയാവാം എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അത്രയുണ്ട്. ഇത് രണ്ടും കൃത്യമായി നമ്മൾ അറിയണം. ആസ് പെർ കോൺസ്റ്റിറ്റ്യൂഷൻ ലോകസഭയിലെ മെമ്പേഴ്സിന്റെ എണ്ണം കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത് സ്റ്റേറ്റുകളിൽ നിന്നും മാക്സിമം 530 പേരും യൂണിയൻ ടെറിട്ടറികളിൽ നിന്നും മാക്സിമം 20 പേരും. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ രണ്ട് ആംഗ്ലോ ഇന്ത്യൻസിനെ നോമിനേറ്റ് ചെയ്യാം എന്നൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽപ്പെട്ട രണ്ടുപേരെ നോമിനേറ്റ് ചെയ്തിരുന്നു പ്രസിഡന്റ് ലോകസഭയിലേക്ക്. 2020 മുതൽ ആ നോമിനേഷൻ നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇപ്പൊ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഇല്ല, മുഴുവനും എലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ആണ്. അതിനകത്ത് 530 പേര് സ്റ്റേറ്റുകളിൽ നിന്നും 20 പേര് യൂണിയൻ ടെറിട്ടറികളിൽ നിന്നും ആവാമെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് മൊത്തം 530 പ്ലസ് 20 550 മാക്സിമം സ്ട്രെങ്ത്. ഓക്കെ ആണോ? മാക്സിമം സ്ട്രെങ്ത് ഓഫ് ലോകസഭ ഈസ് ഫിക്സഡ് അറ്റ് 550. 550. ദാറ്റ് മീൻസ് 530 ഫ്രം സ്റ്റേറ്റുകളിൽ നിന്ന് 530, അതുപോലെ യൂണിയൻ ടെറിട്ടറികളിൽ നിന്ന് 20 550 വരെ ആകാം. ഓക്കെ, മാക്സിമം സ്ട്രെങ്ത് ആണ്. അത്ര ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, അത്ര വരെ ആകാം എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ എത്രയാണുള്ളത്? നിലവിലുള്ളത് 543 മെമ്പേഴ്സാണ്. നിലവിലുള്ളതെന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചുപോയി അല്ലെങ്കിൽ ഒരാൾ ലീവായി പോയി അങ്ങനെയല്ല. നിലവിലെ മൊത്തം സീറ്റുകളുടെ എണ്ണം 543 മാത്രമാണ്. ടോട്ടൽ സ്ട്രെങ്ത് 543 ആണ്. അതിൽ 524 പേര് സ്റ്റേറ്റുകളിൽ നിന്നും 19 പേര് യൂണിയൻ ടെറിട്ടറികളിൽ നിന്നുമാണ്. നേരത്തെ സ്റ്റേറ്റുകൾ ഫുൾ ഫില്ലായിരുന്നു, 530 ആയിരുന്നു. പിന്നീട് ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റിൽ നിന്ന് യൂണിയൻ ടെറിട്ടറി കാറ്റഗറിയിലേക്ക് പോയപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന 6 സീറ്റുകൾ അപ്പുറത്തേക്ക് പോയത്. അപ്പോഴാണ് 530 524 മാറിയത്. ജമ്മു ആൻഡ് കാശ്മീർ നേരത്തെ സ്റ്റേറ്റ് ആയിരുന്നല്ലോ, പിന്നീടല്ല യൂണിയൻ ടെറിട്ടറി കാറ്റഗറിയിലേക്ക് പോകുന്നത്. ഓക്കെ, 2019 ജമ്മു ആൻഡ് കാശ്മീരിനെ യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പൊ പറഞ്ഞ പോയിന്റ് ലോകസഭയിലെ മാക്സിമം സ്ട്രെങ്ത് 550, അതിൽ 530 ഫ്രം സ്റ്റേറ്റ് ആൻഡ് 20 ഫ്രം യൂണിയൻ ടെറിട്ടറി, 20 ഫ്രം യൂണിയൻ ടെറിട്ടറി.
ഇനി കറണ്ട് സ്ട്രെങ്ത്, ഇപ്പോഴുള്ള സ്ട്രെങ്ത് 543, അതിൽ 524 സ്റ്റേറ്റുകളിൽ നിന്നും 19 യൂട്ടികളിൽ നിന്നും, യൂണിയൻ ടെറിട്ടറിയിൽ നിന്നും. ഓക്കെ, റെഡിയല്ലേ? ഇനി ലോകസഭയുടെ ടെന്യൂർ എന്ന് പറയുന്നത് 5 വർഷമാണ്. 5 വർഷത്തേക്ക് മാത്രമായിട്ടാണ് ലോകസഭ തെരഞ്ഞെടുക്കപ്പെടുന്നത്. മാക്സിമം കാലാവധി 5 വർഷമാണ്. 5 വർഷ കാലാവധി എത്തുമ്പോൾ ലോകസഭ പിരിച്ചുവിടപ്പെടുന്നു, ഡിസോൾവ് ചെയ്യപ്പെടുന്നു. ഇനി ഇതിനു മുന്നേ തന്നെ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ റെക്കമെൻഡേഷനോട് കൂടി പ്രസിഡന്റിന് ലോകസഭ പിരിച്ചുവിടാനുള്ള അധികാരമുണ്ട്. പക്ഷെ നോർമലി 5 വർഷമാണ് ടെന്യൂർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലോകസഭക്കുള്ള പ്രത്യേക അധികാരങ്ങളെ പറ്റിയാണ് ഇനി അടുത്ത് നമ്മൾ പറയുന്നത്. ലോകസഭ ഹാസ് എ പവർ ഓവർ ദ എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവിന് മുകളിൽ ഒരു പവർ ഉണ്ട് ലോകസഭക്ക്. എന്താ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ? പ്രസിഡന്റ് ഹെഡ് ആയിരിക്കുന്ന എക്സിക്യൂട്ടീവ് അല്ലെ? പ്രസിഡന്റ് ആണ് എക്സിക്യൂട്ടീവിന്റെ ഹെഡ്. പ്രസിഡന്റ് കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് ഉണ്ട്, ദെൻ പ്രൈം മിനിസ്റ്റർ, പിന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, മന്ത്രിസഭ, അറ്റോർണി ജനറൽ അടങ്ങുന്ന എക്സിക്യൂട്ടീവ്. ഇതിൽ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള അധികാരം ലോകസഭക്കും രാജ്യസഭക്കും ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. ലോകസഭക്ക് മാത്രമായി ചില പ്രത്യേക അധികാരങ്ങൾ മന്ത്രിസഭയുടെ മുകളിലുണ്ട്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ മുകളിലുണ്ട്. അത് ലോകസഭയിൽ മാത്രമേ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. നോ കോൺഫിഡൻസ് മോഷൻ കേട്ടിട്ടുണ്ടാവും. നോ കോൺഫിഡൻസ് മോഷന്റെ പ്രത്യേകത, ഒരു പ്രതിപക്ഷ അംഗമാണ് സാധാരണഗതിയിൽ നോ കോൺഫിഡൻസ് മോഷൻ അവതരിപ്പിക്കുന്നത്. അത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ, അത് പാസ്സായി കഴിഞ്ഞാൽ അതിനർത്ഥം ആ മന്ത്രിസഭ അവസാനിച്ചു എന്നാണ്. അവിശ്വാസ പ്രമേയം പാസ്സായി എന്ന് പറഞ്ഞാൽ നിലവിലെ മന്ത്രിസഭയിൽ വിശ്വാസം ഇല്ല എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. ആ മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം ഇല്ല എന്നാണ് അത് മീൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ആ മന്ത്രിസഭ രാജിവെച്ചിരിക്കണം എന്നാണ്. അപ്പൊ ഒരു മന്ത്രിസഭയെ താഴെ ഇറക്കാൻ നോ കോൺഫിഡൻസ് മോഷന് കഴിയും. അത് പ്രസന്റ് ചെയ്യാൻ കഴിയുന്നത് ലോകസഭയിൽ മാത്രമാണ്. രാജ്യസഭയിൽ നോ കോൺഫിഡൻസ് മോഷൻ പ്രസന്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഒരു നോ കോൺഫിഡൻസ് മോഷനിലൂടെ ഒരു മന്ത്രിസഭയെ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ പുറത്താക്കാനുള്ള അധികാരം ലോകസഭക്കുണ്ട്. ഓക്കെ ആണോ? Therefore ലോകസഭക്ക് എന്തുണ്ട്? ഹാസ് എ പവർ ഓവർ എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവിന് മുകളിൽ, മന്ത്രിസഭക്ക് മുകളിൽ ഒരു പവർ ഉണ്ട് ലോകസഭക്ക്. ഓക്കെ ആണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ലോകസഭ എന്ന് പറയാം. ദേ ആർ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ലോകസഭ. അവരെ ഇൻഡിവിജ്വലായി പുറത്താക്കാൻ കഴിയില്ല. ഇപ്പൊ ഒരു മന്ത്രിയെ മാത്രം പുറത്താക്കണമെന്ന് ലോകസഭ വിചാരിച്ചാൽ ലോകസഭയിൽ ഒരു നോ കോൺഫിഡൻസ് മോഷൻ വെച്ചുകൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല. അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത് ആ മന്ത്രിസഭയ്ക്ക് മൊത്തമെതിരെ വെക്കാൻ പറ്റും. അല്ലാതെ ഒരു പെർട്ടിക്കുലർ മിനിസ്റ്ററിനെ മാത്രം പുറത്താക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല. ലോകസഭക്ക് മൊത്തം കഴിയില്ല. അത് പിന്നെ പ്രസിഡന്റ് ആണ് പുറത്താക്കുന്നത്. പ്രധാനമന്ത്രിയുടെ റെക്കമെൻഡേഷനോടുകൂടി പ്രസിഡന്റിനെ പുറത്താക്കാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ലോകസഭ മൊത്തത്തിൽ ചെയ്യുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ ആസ് എ ഹോൾ പുറത്താക്കാനാണ് അവിശ്വാസ പ്രമേയം പാസ്സാകുന്നതിലൂടെ. ഓക്കെ, അപ്പൊ പറഞ്ഞത് അതുകൊണ്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ലോകസഭ എന്ന് നമ്മൾ പറയും. നോ കോൺഫിഡൻസ് മോഷനിലൂടെ ലോകസഭക്ക് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ പുറത്താക്കാൻ കഴിയും. ലോകസഭക്ക് മാത്രമേ നോ കോൺഫിഡൻസ് മോഷൻ എന്ന സൗകര്യത്തെ ഉപയോഗപ്പെടുത്താൻ പറ്റൂ. കാരണം രാജ്യസഭയിൽ അത് അവതരിപ്പിക്കാൻ കഴിയില്ല. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് മണി ബില്ലുമായി റിലേറ്റ് ചെയ്തുള്ളതാണ്. എന്താണ് മണി ബില്ല്? മണി റിലേറ്റഡ് ബില്ല് അല്ലെ? ടാക്സുകൾ, ബോറോയിങ്സ് ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബില്ലാണ് മണി ബില്ല്. മണി ബില്ല് ഇവിടെ എടുത്തു പറഞ്ഞത്, സാധാരണ ഒരു ബില്ല് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു നിയമമാകുന്നതിന് മുമ്പ് അത് പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ അതിനെ ബില്ല് എന്ന് പറയാം. ഒരു സാധാരണ ബില്ലാണെങ്കിൽ അത് രാജ്യസഭയിലോ ലോകസഭയിലോ ഏതിൽ വേണമെങ്കിലും ഫസ്റ്റ് പ്രസന്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, അത് ആദ്യം ലോകസഭയിലാണ് പ്രസന്റ് ചെയ്തതെങ്കിൽ ലോകസഭ അത് പാസ്സാക്കുന്നു. പാസ്സാക്കി കഴിഞ്ഞാൽ അത് രാജ്യസഭയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അത് രാജ്യസഭയും പാസ്സാക്കുന്നു. എന്നാൽ മാത്രമേ പ്രസിഡന്റിന്റെ അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യൂ. പ്രസിഡന്റ് ഒപ്പിടുന്നതോടുകൂടി അത് ആക്ട് ആയി മാറുന്നു. ഇങ്ങനെ തിരിച്ച് രാജ്യസഭയിൽ തുടങ്ങിയാലും കുഴപ്പമില്ല. രാജ്യസഭ പാസ്സാക്കി ലോകസഭയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, ലോകസഭയും പാസ്സാക്കിയിട്ട് പ്രസിഡന്റിന്റെ അടുത്തേക്ക് പോകുന്നു. അതായത് ഏത് സഭയിൽ വേണമെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആ സഭ പാസ്സായി കഴിഞ്ഞാൽ അടുത്ത സഭയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അവസാനം പ്രസിഡന്റ് സൈൻ ചെയ്യുന്നതോടുകൂടി അത് നിയമമായി വരുന്നു. ഇതാണ് ഓർഡിനറി ബില്ലുകളുടെ കേസിൽ വരുന്നത്. പക്ഷേ ഇൻ കേസ് ഓഫ് മണി ബില്ലിന്റെ കേസിൽ അത് പ്രസന്റ് ചെയ്യാൻ കഴിയുന്നത് ലോകസഭയിൽ മാത്രമാണ്. പ്രസിഡന്റിന്റെ പ്രയർ റെക്കമെൻഡേഷൻ വേണം എന്നൊരു കണ്ടീഷൻ കൂടിയുണ്ട്. അത് ലോകസഭയിൽ മാത്രമേ പ്രസന്റ് ചെയ്യാൻ കഴിയൂ. മണി ബില്ല് ലോകസഭയിൽ മാത്രമേ പ്രസന്റ് ചെയ്യാൻ കഴിയൂ. ലോകസഭ അത് പാസ്സാക്കി കഴിഞ്ഞാൽ രാജ്യസഭയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. രാജ്യസഭയ്ക്ക് അതിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് വെക്കാം. ആ റെക്കമെൻഡേഷനോട് കൂടി അത് ലോകസഭയിലേക്ക് തിരിച്ചയക്കും.
ആ റെക്കമെൻഡേഷൻ ലോകസഭക്ക് സ്വീകരിക്കാനോ സ്വീകരിക്കാതിരിക്കാനോ ഉള്ള അധികാരമുണ്ട്. അതായത് രാജ്യസഭയുടെ റെക്കമെൻഡേഷൻ സ്വീകരിക്കണം ഒരു നിർബന്ധവും മണി ബില്ലിന്റെ കേസിലില്ല. ഇനി അടുത്ത പോയിന്റ്, ഇവര് റെക്കമെൻഡേഷൻ ഒന്നും വരുത്തുന്നില്ല. ഈ സാധനം രാജ്യസഭയിലേക്ക് അയച്ച് 14 ദിവസത്തിനുള്ളിൽ അത് തിരിച്ചയച്ചില്ല എങ്കിൽ അത് പാസ്സായതായി കണക്കാക്കണം എന്നാണ്. അതായത് രാജ്യസഭക്ക് കാര്യമായൊന്നും മണി ബില്ലിന്റെ കേസിൽ ചെയ്യാനില്ല. രാജ്യസഭ മണി ബില്ല് പാസ്സാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ആണോ? മണി ബില്ലിന്റെ കേസിൽ ലോകസഭയിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ലോകസഭ പാസ്സാക്കുന്നു. രാജ്യസഭയിൽ പോയി കഴിഞ്ഞാൽ 14 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് അത് നൽകാം. അത്രയേ ഉള്ളൂ ആകെ അധികാരം. അതും 14 ദിവസത്തിനുള്ളിൽ തന്നെ നൽകണം. മാക്സിമം 14 ഡേയ്സ് ആണ്. 14 ഡേയ്സ് കഴിഞ്ഞാൽ പിന്നെ അതും എക്സ്പയർ ആയി. അപ്പൊ 14 ഡേയ്സിന് അകത്ത് എന്തെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ നടത്താം. ആ റെക്കമെൻഡേഷൻ തന്നെ സ്വീകരിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. അത് തള്ളാനും ലോകസഭക്ക് അധികാരമുണ്ട്. അതായത് മണി ബില്ലിന്റെ കേസിൽ രാജ്യസഭക്കാകെ ചെയ്യാനുള്ളത് they can withhold the bill for 14 days. 14 ദിവസം അതിങ്ങനെ പിടിച്ചു വെക്കാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല മണി ബില്ലിന്റെ കേസിൽ രാജ്യസഭക്ക്. ഓക്കെ ആണോ? ഇനി അത് പ്രസിഡന്റിന്റെ അടുത്ത് എത്തുന്നു, പ്രസിഡന്റ് സൈൻ ചെയ്യുന്നതോടുകൂടി നിയമമാവുന്നു. പറഞ്ഞ പോയിന്റ്, മണി ബില്ലിൽ ലോകസഭക്ക് വളരെ സുപ്രീമസി കൊടുത്തിട്ടുണ്ട്. രാജ്യസഭയ്ക്ക് മുകളിൽ ലോകസഭക്ക് ഒരു സുപ്രീമസി കൊടുത്തിട്ടുണ്ട് മണി ബില്ലിന്റെ കേസിൽ. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ്, ലോകസഭ ക്യാൻ ബി ഡിസോൾവ് ബൈ പ്രസിഡന്റ് ഓൺ അഡ്വൈസ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സാധാരണഗതിയിൽ 5 വർഷത്തേക്കാണ് ലോകസഭ തെരഞ്ഞെടുക്കപ്പെടുന്നത്. പക്ഷെ മന്ത്രിസഭയുടെ പ്രൈം മിനിസ്റ്ററുടെ അഡ്വൈസ് ഉണ്ടെങ്കിൽ പ്രസിഡന്റിന് ലോകസഭ അതിനിടയിൽ തന്നെ പിരിച്ചുവിടാവണമെങ്കിൽ 5 വർഷ കാലാവധിയിലാണ് പിരിച്ചുവിടുക, അല്ല അതിനിടയിൽ തന്നെ പ്രധാനമന്ത്രി പിരിച്ചുവിടണമെന്ന് പറഞ്ഞാൽ പിരിച്ചുവിടാം. ഓക്കെ, ഇനി രാജ്യസഭ, അത് എടുത്തു പറയുന്ന രാജ്യസഭ ഒരിക്കലും പിരിച്ചുവിടപ്പെടുന്നില്ല. രാജ്യസഭ ഒരു പെർമനന്റ് ബോഡിയാണ്. ലോകസഭ മാത്രമേ പിരിച്ചുവിടുന്നുള്ളൂ, ഡിസോൾവ് ചെയ്യുന്നുള്ളൂ. ഓരോ 5 വർഷം കൂടുമ്പോഴും ഡിസോൾവ് ചെയ്യുന്നത് ലോകസഭ മാത്രമാണ്. രാജ്യസഭ ഒരു പെർമനന്റ് ബോഡിയാണ്. രാജ്യസഭ മെമ്പേഴ്സ് മാത്രമേ 6 വർഷം കൂടുമ്പോൾ മാറുന്നുള്ളൂ. ആ ബോഡി മൊത്തത്തിൽ പിരിച്ചുവിടുന്നില്ല. ഓരോ മെമ്പേഴ്സും 6 വർഷം കൂടുമ്പോൾ മാറുന്നു. അത് 3-1 മെമ്പേഴ്സ് മാത്രമേ മാറുന്നുള്ളൂ അറ്റ് എ ടൈം. അതുകൊണ്ട് തന്നെ ആ ബോഡി മൊത്തത്തിൽ ഒരിക്കലും പിരിച്ചുവിടപ്പെടുന്നില്ല. രാജ്യസഭയെ പറ്റിയുള്ള കാര്യങ്ങളാണ്. ലോകസഭയുടെ കേസിൽ ഓരോ 5 വർഷം കൂടുമ്പോഴും ഇത് ഡിസോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി the representatives of state in the Lok Sabha are directly elected by the people from their respective constituencies. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഓരോ ലോകസഭാ മണ്ഡലങ്ങളിൽ നിന്നും ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്തവരാണ് ലോകസഭയിൽ എത്തുന്നത്. ഡയറക്ട്ലി elected by the people from their constituencies ആണ്. അവരുടെ ലോകസഭാ മണ്ഡലങ്ങളിൽ നിന്ന് ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്തവരാണ് എവിടെ എത്തുന്നത്? ലോകസഭയിൽ എത്തുന്നത്. ഓക്കെ അല്ലേ? ഇനി ആ ലോകസഭാ മെമ്പർ ആവാൻ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം? ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ഒന്ന്, ഇന്ത്യൻ സിറ്റിസൺ ആവണം. 2, 25 വയസ്സ് പൂർത്തിയാവണം. അറ്റ്ലീസ്റ്റ് 25 ഇയേഴ്സ് ആവണം. മറ്റു ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പാർലമെന്റിൽ പുതുതായി ഇറക്കാം. പിന്നെന്താണ്? ഒരു ഓത്ത് എടുക്കാനുണ്ട്. ഓത്ത് മസ്റ്റ് ടേക്ക് ആൻ ഓത്ത് ഓർ അഫർമേഷൻ. അത്രേ പറയുന്നുള്ളൂ. അതിൽ ഓർക്കേണ്ടത് മിനിമം ഏജ് ടു ബിക്കം എ ലോകസഭാ മെമ്പർ ഈസ് 25 ഇയേഴ്സ്. ലോകസഭാ മെമ്പർ ആവാനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. ലോകസഭാ മെമ്പർ ആവാനുള്ള കുറഞ്ഞ പ്രായം 25 ഇയേഴ്സ്. ഓക്കെ, രാജ്യസഭ 30 ആണ്. 2 ഡിഫറന്റ്. രാജ്യസഭാ മെമ്പർ ആവാനുള്ള മിനിമം ഏജ് 30 ആണ്, 30 ആണ്. ലോകസഭാ മെമ്പർ ആവാനുള്ള മിനിമം ഏജ് 25 ആണ്, 25. ഓക്കെ, ഇനി സ്പീക്കർ. ലോകസഭയുടെ അധ്യക്ഷൻ, ലോകസഭ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ്. സ്പീക്കറെ പറ്റിയാണ് ഇനി നമ്മൾ പറയുന്നത്. സ്പീക്കർ ഇസ് ദ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ലോകസഭ. ലോകസഭ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ്. ലോകസഭ സ്പീക്കറാണ്. ഓക്കെ, ഇനി സ്പീക്കറുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ, സ്പീക്കറുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയി നോക്കാം. സ്പീക്കർ ഇസ് ദ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ലോകസഭ. സ്പീക്കർ ഇസ് ദ ഗാർഡിയൻ ഓഫ് ദി റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് ഓഫ് ദി ഹൗസ്. സ്പീക്കർ ഇസ് ദ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ലോകസഭ. നമുക്കറിയാം ലോകസഭ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ്. പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ലോകസഭ സ്പീക്കറാണ്. സ്പീക്കർ ഇസ് ദ ഗാർഡിയൻ ഓഫ് ദ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് ഓഫ് ദ ഹൗസ്. ഹൗസിന്റെ പ്രിവിലേജിന്റെ ഗാർഡിയൻ സ്പീക്കറാണ്. ഓക്കെ അല്ലെ? റൈറ്റ്സിന്റെ, അതായത് ഈ ലോകസഭക്കകത്തെ അംഗങ്ങളുടെ റൈറ്റ്സിന്റെ ഗാർഡിയൻ, അതുപോലെ പ്രിവിലേജുകളുടെ ഗാർഡിയൻ ഒക്കെ സ്പീക്കറാണ്. ലോകസഭ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലോകസഭാ മെമ്പറെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ സ്പീക്കറുടെ പെർമിഷൻ വേണം. അത്രയും സ്പീക്കർക്ക് അധികാരങ്ങൾ ലോകസഭക്കകത്തുണ്ട്. ലോകസഭയുടെ പ്രിവിലേജുകളുടെയും റൈറ്റുകളുടെയും ഒക്കെ സംരക്ഷകൻ സ്പീക്കറാണ്. ഓക്കെ, ഫൈനൽ അതോറിറ്റി ഓൺ പോയിന്റ് ഓഫ് ഓർഡർ. ലോകസഭാ പ്രവർത്തനങ്ങളിൽ ലോകസഭാ മെമ്പേഴ്സ്
പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ പ്രാവർത്തികമാക്കേണ്ടുന്ന കുറച്ച് കോഡ് ഓഫ് കണ്ടക്റ്റുകൾ ഉണ്ട്. അതിന്റെ സംരക്ഷകനായിട്ടൊക്കെ വരുന്നത് ആരാണ്? പിന്നെ സ്പീക്കറാണ്. അതുകൊണ്ട് തന്നെ പോയിന്റ് ഓഫ് ഓർഡർ, അതിനെതിരെയുള്ള പ്രവർത്തനങ്ങളുടെ ഫൈനൽ അതോറിറ്റി അല്ലെങ്കിൽ ലോകസഭാ നടപടി ക്രമങ്ങൾക്ക് എന്തെങ്കിലും എതിരെ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയേണ്ടയാള് ഫൈനൽ അതോറിറ്റി അവിടെ സ്പീക്കർ തന്നെയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ ഒരു സ്പീക്കർക്കുള്ള പ്രത്യേകമായ അധികാരങ്ങൾ, അതിലൊരു 2 പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ്. അടുത്ത 2 ഒന്ന്, സ്പീക്കർ ഡിസൈഡ്സ് ഓൺ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ബേസ്ഡ് ഓൺ ആന്റി ഡിഫെക്ഷൻ. എന്താ മലയാളത്തിലാണെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരു അംഗത്തെ പുറത്താക്കാനുള്ള അധികാരം സ്പീക്കർക്ക് മാത്രമാണ്. സ്പീക്കറാണ് തീരുമാനിക്കുന്നത്. അതായത് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഒരാള് പാർട്ടി മാറി നിലവിൽ ഒരു പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് പാർലമെന്റിലെത്തി, ലോകസഭയിലെത്തി, അയാൾ പാർട്ടി മാറുന്നു. അതൊരു ഇന്ത്യയിൽ സ്ഥിരം സംഭവമാണല്ലോ. അയാൾ പാർട്ടി മാറി മറ്റേ പാർട്ടിയിലേക്ക് പോകുമ്പോ സ്പീക്കർക്ക് കൂറുമാറ്റം നടത്തി എന്നതിന്റെ പേരിൽ അയാളെ പുറത്താക്കാനുള്ള അധികാരമുണ്ട്. ഇന്ത്യയിൽ ഈ ഒരു അധികാരം കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ തുടക്കത്തിൽ അത് ഉണ്ടായിരുന്നില്ല. 52nd അമെന്റ്മെന്റ്, 52ാമത്തെ 52nd അമെന്റ്മെന്റ് ആക്ടിലൂടെ കൂട്ടിച്ചേർത്തതാണ് ഈ കൂറുമാറ്റ നിരോധനം, ആന്റി ഡിഫെക്ഷൻ. അത് വരുന്നത് 10ാമത്തെ ഷെഡ്യൂളിലായിട്ടാണ് അത് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത്. 10th ഷെഡ്യൂളിലാണ് ആന്റി ഡിഫെക്ഷൻ ലോ, കൂറുമാറ്റ നിരോധന നിയമം, ആന്റി ഡിഫെക്ഷൻ ലോ ഉള്ളത്. അതായത് മാറിയ ഒരു അംഗത്തെ പുറത്താക്കാം. ആ പുറത്താക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത് സ്പീക്കറാണ്. അവിടെ സ്പീക്കർക്ക് അധികാരം കൊടുക്കുമ്പോൾ ഒരു ഗുണം എന്താണ്? ഈ ഒരു പ്രൊവിഷൻ കൊണ്ടുവരുന്നത് ഗവൺമെന്റിനെ സ്റ്റേബിൾ ആക്കി നിർത്താനാണ്. അപ്പൊ ആളുകൾ തോന്നിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂറുമാറിയാൽ അൺസ്റ്റേബിൾ ആവുന്നു. കാരണം ഇന്ത്യയിൽ പൊതുവെ ഒരു കോയിലേഷൻ ഗവൺമെന്റുകൾ ആയതുകൊണ്ട് കക്ഷി സമ്പ്രദായം ആവുമ്പോ ഇടക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ മൊത്തം അൺസ്റ്റേബിൾ ആവും. അതുകൊണ്ട് തന്നെ കൂറുമാറിയാൽ അവരെ പുറത്താക്കാനുള്ള അധികാരം ഗവൺമെന്റ്, കാരണം ഭരണപക്ഷത്തുള്ള ആളാണല്ലോ സ്പീക്കർ ആക്കുക. അപ്പൊ ഭരണപക്ഷത്തു നിന്ന് ആരെങ്കിലും പ്രതിപക്ഷത്തിലേക്ക് പോയാൽ അയാളെ പുറത്താക്കാനുള്ള അധികാരം ഭരണപക്ഷത്തുള്ള സ്പീക്കർക്ക് കൊടുക്കുമ്പോ എന്താണ്, അവർ പൊതുവെ പ്രതിപക്ഷത്തേക്ക് പോകാനുള്ള സാധ്യത കുറവായിരിക്കും. നേരെ മറിച്ച് പ്രതിപക്ഷത്ത് നിന്ന് ഒരാൾ ഇങ്ങോട്ട് വന്നാല് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുള്ള സ്പീക്കർ അവരെ പുറത്താക്കാൻ സാധ്യതയും കുറവാണ്. കാരണം സ്പീക്കറാണ് ഫൈനൽ, അവിടെ വേറെ ആർക്കും ചോദ്യം ചെയ്യാൻ അധികാരമില്ല. അതുകൊണ്ട് ഭരണപക്ഷത്തിന് അനുകൂലമായി സ്പീക്കർ തീരുമാനമെടുക്കും. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അതുവഴി കഴിയും. ഗവൺമെന്റ് താഴെ വീഴാതെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും. അതിനു വേണ്ടി കൊണ്ടുവന്ന ഒരു പ്രൊവിഷൻ ആണ്. എന്തായാലും പറഞ്ഞത് പോയിന്റ് ഇത്രയേ ഉള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ വിട്ടേക്കൂ. കൂറുമാറ്റ നിരോധനം, ആന്റി ഡിഫെക്ഷൻ ലോ, ആന്റി ഡിഫെക്ഷൻ പ്രകാരം ഒരു മെമ്പറെ, ഒരു പാർലമെന്റ് അംഗത്തെ പുറത്താക്കാനുള്ള അധികാരം, പുറത്താക്കാനുള്ള ഡിസിഷൻ എടുക്കേണ്ടത് സ്പീക്കറാണ്. സ്പീക്കർ ഡിസൈഡ്സ് ഓൺ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പർ ബേസ്ഡ് ഓൺ ആന്റി ഡിഫെക്ഷൻ ലോ. ആന്റി ഡിഫെക്ഷൻ എന്ന് പറഞ്ഞാൽ കൂറുമാറ്റം, ആന്റി ഡിഫെക്ഷൻ ലോ. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു അധികാരം, സ്പീക്കർ സർട്ടിഫൈസ് എ ബിൽ ഈസ് എ മണി ബിൽ ഓർ നോട്ട്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, മണി ബില്ലാകുമ്പോ ലോകസഭക്ക് പ്രത്യേക അധികാരങ്ങളുണ്ട്. ലോകസഭ മാത്രമേ പാസ്സാക്കേണ്ട കാര്യമുള്ളൂ. രാജ്യസഭക്ക് ആകെ 14 ദിവസം വരെ അതിനിങ്ങനെ വെക്കാൻ മാത്രമേ കഴിയൂ എന്നൊക്കെ പറഞ്ഞില്ലേ. ആ മണി ബില്ലാണെന്ന് സർട്ടിഫൈ ചെയ്യാനുള്ള അധികാരം സ്പീക്കർക്കാ. സ്പീക്കർ പറയുന്നു ഇത് മണി ബില്ല് എന്ന് പറഞ്ഞാൽ അത് മണി ബില്ല. അപ്പൊ ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് സർട്ടിഫൈ ചെയ്യുന്നത് സ്പീക്കറാണ്. സ്പീക്കർ സർട്ടിഫൈസ് എ ബിൽ ഈസ് മണി ബിൽ ഓർ നോട്ട്. ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് സർട്ടിഫൈ ചെയ്യുന്നത് സ്പീക്കറാണ്. ഓക്കെ, ഇനി അടുത്തത്, സ്പീക്കർ പ്രിസൈഡ് ഓവർ ജോയിന്റ് സിറ്റിംഗ്. ജോയിന്റ് സിറ്റിംഗ് എന്ന് പറഞ്ഞാല് പ്രത്യേക അവസരങ്ങളിൽ ഈ പറഞ്ഞ ലോകസഭയിലും രാജ്യസഭയിലും ഡെഡ് ലോക്ക് വരുന്ന ഒരു ബില്ല് പാസ്സാക്കുന്നതിൽ, അത്തരം സന്ദർഭങ്ങളിൽ പ്രസിഡന്റിന് ഇവരെ ഒരുമിച്ച് വിളിച്ചു ചേർക്കാം. ലോകസഭയും രാജ്യസഭയും ഒരുമിച്ചിരുത്തുമ്പോൾ അതിനെ ജോയിന്റ് സിറ്റിംഗ് എന്ന് പറയുന്നു. കോൺസ്റ്റിറ്റ്യൂഷനിലെ 108 ആർട്ടിക്കിൾ പ്രകാരം ജോയിന്റ് സിറ്റിംഗ് അനുവദിക്കുന്നുണ്ട്. അങ്ങനെ ജോയിന്റ് സിറ്റിംഗ് ഉണ്ടാകുമ്പോൾ അതിന്റെ അധ്യക്ഷൻ സ്പീക്കറാണ്. രാജ്യസഭയും ലോകസഭയും ഒരുമിച്ചിരിക്കുന്ന ജോയിന്റ് സിറ്റിംഗിലെ പ്രിസൈഡിംഗ് ഓഫീസർ ഈസ് സ്പീക്കർ. സ്പീക്കർ പ്രിസൈഡ്സ് ജോയിന്റ് സിറ്റിംഗ്. ഓക്കെ, പിന്നെ സ്പീക്കർ കൺട്രോൾസ് അവർ ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻ. അല്ലെ, പാർലമെന്റിലെ ലോകസഭക്കകത്തുള്ള ഡിബേറ്റുകളും ഡിസ്കഷനും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് സ്പീക്കർ ആണ്. അതുപോലെ അവിടെ വോട്ടിനിടുന്ന സമയത്ത് സാധാരണഗതിയിൽ സ്പീക്കർ വോട്ട് ചെയ്യില്ല. നോർമലി നമ്മൾ ഏതൊരു ബില്ലും പാസ്സാവുന്നത് എങ്ങനെയാണ്? വോട്ടിനിട്ടിട്ടാണ്. വോട്ടിനിടുന്ന സമയത്ത് സ്പീക്കർ സാധാരണഗതിയിൽ വോട്ട് ചെയ്യില്ല. പക്ഷെ സ്പീക്കർ വോട്ട് ചെയ്യും എപ്പോ? when there is a ടൈ വന്നാൽ മാത്രമേ സ്പീക്കർ വോട്ട് ചെയ്യാറുള്ളൂ. അല്ലാത്ത കേസിൽ സ്പീക്കർ വോട്ട് ചെയ്യില്ല. അതുകൊണ്ട് സ്പീക്കറുടെ വോട്ടിനെ കാസ്റ്റിംഗ് വോട്ട് എന്നാണ് പറയാം.
കാസ്റ്റിംഗ് വോട്ട് ഇൻ കേസ് ഓഫ് ടൈ. നോർമലി സ്പീക്കർ വോട്ട് ചെയ്യില്ല, ടൈ വന്നാൽ മാത്രം സ്പീക്കർ വോട്ട് ചെയ്യും. അതുകൊണ്ട് കാസ്റ്റിംഗ് വോട്ട് ഇൻ കേസ് ഓഫ് ടൈ സ്പീക്കറുടെ കേസിൽ. ഇനി ലോകസഭാ സെക്രട്ടേറിയറ്റിന്റെ ഹെഡ് സ്പീക്കറാണ്. ലോകസഭാ സെക്രട്ടേറിയറ്റിനെ അതിലെ ഒഫീഷ്യൽസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന സ്പീക്കറാണ്. അതുപോലെ എക്സ്റ്റേണലി പുറത്ത് ലോകസഭയെ റെപ്രസെന്റ് ചെയ്യുന്ന സ്പീക്കറാണ്. ലോകസഭയ്ക്ക് വേണ്ടി ലോകസഭയുടെ റെപ്രസെന്റേറ്റീവായി പുറത്ത് അല്ലെങ്കിൽ പുറത്ത് ലോകസഭയെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്പീക്കറാണ്. അതുപോലെ പാർലമെന്ററി കമ്മിറ്റികളെ തീരുമാനിക്കുന്നത് സ്പീക്കറാണ്. പാർലമെന്ററി കമ്മിറ്റികളെ തീരുമാനിക്കുന്നതും സ്പീക്കറാണ്. ഏതൊക്കെ നമ്മളൊരു പാർലമെന്ററി കമ്മിറ്റികൾ ഉണ്ടല്ലോ, പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റി പോലുള്ള സ്ഥിരം കമ്മിറ്റികളും അതുപോലെ ഇൻഡിവിജ്വൽ ബില്ലുകൾക്ക് വേണ്ടി പ്രത്യേകമായി കമ്മിറ്റികളൊക്കെ ഫോം ചെയ്യാറുണ്ട്. ആ ഓരോരോ ബില്ലിന്റെ ഡിസ്കഷൻ നടത്താൻ വേണ്ടിയും പാർലമെന്റിലെ മെമ്പേഴ്സിനെ ചേർത്തുകൊണ്ട് കമ്മിറ്റികൾ ഫോം ചെയ്യാറുണ്ട്. ആ കമ്മിറ്റിയൊക്കെ ഫോം ചെയ്യുന്നത് ഡിസൈഡ് ചെയ്യുന്നത് സ്പീക്കറാണ്. ഇനി സ്പീക്കർ ഒരു കമ്മിറ്റിയുടെ സ്പീക്കർ ഒരു കമ്മിറ്റിയിലെ മെമ്പർ ആണെങ്കിൽ സ്പീക്കർ ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരിക്കണം എന്നൊരു പ്രൊവിഷൻ കൂടിയുണ്ട്. അതായത് ഒരു കമ്മിറ്റിയെയും ആ കമ്മിറ്റിയുടെ മെമ്പർമാരെയും തീരുമാനിക്കുന്ന സ്പീക്കറാണ്. ഇനി ആ കമ്മിറ്റിയിൽ സ്പീക്കർ തന്നെ ഒരു മെമ്പർ ആണെങ്കിൽ സ്പീക്കർ അതിന്റെ ചെയർമാൻ ആയിരിക്കണം എന്ന് കൂടി പറയുന്നുണ്ട്. ഓക്കെ, ഇനി സ്പീക്കർ റെസിഗ്നേഷൻ കൊടുക്കുന്നത് ആർക്കാണ്? ഏറ്റവും അവസാനമായി ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ്, സ്പീക്കർ സബ്മിറ്റ് ഹിസ് റെസിഗ്നേഷൻ ടു ഡെപ്യൂട്ടി സ്പീക്കർ. സ്പീക്കർ സബ്മിറ്റ്സ് ഹിസ് റെസിഗ്നേഷൻ ടു ഡെപ്യൂട്ടി സ്പീക്കർ. സ്പീക്കർ റെസിഗ്നേഷൻ കൊടുക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. ഓക്കെ, അതൊന്നും ഇമ്പോർട്ടന്റ് നോക്കി നോക്കുക. പ്രസിഡന്റിനല്ല, പ്രൈം മിനിസ്റ്ററിനല്ല. സ്പീക്കർ റെസിഗ്നേഷൻ കൊടുക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. സ്പീക്കർ സബ്മിറ്റ് ഹിസ് റെസിഗ്നേഷൻ ടു ഡെപ്യൂട്ടി സ്പീക്കർ. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ സ്പീക്കർ ജി.വി. മാവുലങ്കർ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സ്പീക്കർ. അത് ലോകസഭ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷമല്ല. ജി.വി. മാവുലങ്കർ ഇന്ത്യയിലെ ആദ്യത്തെ സ്പീക്കർ ആവുന്നത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് പാർലമെന്റായി പ്രവർത്തിച്ചത് അന്ന് ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി നിർമ്മിച്ച കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ് അന്നൊരു പാർലമെന്റായി, അന്നത്തെ ലെജിസ്ലേറ്റീവ് ഓർഗനായി പ്രവർത്തിക്കുന്നത്. അതിന്റെ സ്പീക്കറായി ജി.വി. മാവുലങ്കറിനെ തെരഞ്ഞെടുക്കുകയായിരുന്നു. എന്തായാലും ഇന്ത്യയിലെ ആദ്യത്തെ സ്പീക്കർ ജി.വി. മാവുലങ്കർ ആണ്. ആദ്യത്തെ ഫീമെയിൽ സ്പീക്കർ മീരാ കുമാർ ആണ്. നമുക്കറിയാം, മീരാ കുമാർ ആണ് ഫീമെയിൽ സ്പീക്കർ. ഇപ്പോഴത്തെ സ്പീക്കർ ഓം ബിർളയാണ്, നമുക്കറിയാം. ഓക്കെ, അപ്പോ എന്തായാലും സ്പീക്കറുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങളാണ്. സ്പീക്കർക്ക് പ്രത്യേകമായ അധികാരങ്ങളുണ്ട്, പ്രത്യേകമായ പവറുകളുണ്ട്. അതിനെപ്പറ്റി കൃത്യമായി ഒന്ന് നോക്കുക. ഓക്കെ അല്ലേ? ഇനി ഡെപ്യൂട്ടി സ്പീക്കർ എന്നൊരു പദവിയുണ്ട്, അറിയാം അല്ലെ? ഡെപ്യൂട്ടി സ്പീക്കർ എന്തിനാണ്? സ്പീക്കർ ഇല്ലാത്തപ്പോ സ്പീക്കറിന്റെ പണിയെടുക്കാൻ, അല്ലെ? പ്രിസൈഡ്സ് ഇൻ ദ ആബ്സെൻസ് ഓഫ് സ്പീക്കർ. സ്പീക്കർ ഇല്ലാത്തപ്പോ സ്പീക്കറിന്റെ ചുമതല നടത്തുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ ആണ്. ഇനി എക്സൈസ് ഓൾ പവേഴ്സ് ഓഫ് സ്പീക്കർ വെൻ പ്രിസൈഡിങ്. ഡെപ്യൂട്ടി സ്പീക്കറായി ഇരിക്കുന്ന സമയത്ത് സ്പീക്കർക്കുള്ള അധികാരങ്ങളെല്ലാം ഡെപ്യൂട്ടി സ്പീക്കർക്ക് കിട്ടുന്നു. സ്പീക്കറിന്റെ ആബ്സെൻസിൽ ഡെപ്യൂട്ടി സ്പീക്കറാണ് സ്പീക്കറായി ആക്ട് ചെയ്യുന്നത്. ആ സമയത്ത് സ്പീക്കർക്ക് ഉണ്ടായിരുന്ന എല്ലാ അധികാരങ്ങളും, അത് മണി ബില്ല് ഡിസൈഡ് ചെയ്യുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷന്റെ കാര്യത്തിലായാലും സ്പീക്കർക്കുള്ള എല്ലാ അധികാരങ്ങളും സ്പീക്കറായി ഇരിക്കുന്ന സമയത്ത് ഡെപ്യൂട്ടി സ്പീക്കർക്ക് കിട്ടും. അല്ലാത്തപ്പോഴല്ല, സ്പീക്കറായി ഇരിക്കുന്ന സമയത്ത് ഡെപ്യൂട്ടി സ്പീക്കർക്ക് കിട്ടുന്നു. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 93 അതായത് ഇതുമായി കണക്ട് ചെയ്ത രണ്ട് ആർട്ടിക്കിളിന്റെ നമ്പർ അവിടെ കൊടുത്തു വെച്ചു എന്നേ ഉള്ളൂ. ആർട്ടിക്കിൾ 93 പറയുന്നത് ലോകസഭ മസ്റ്റ് ഹാവ് എ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ. അതായത് സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഉണ്ടാവണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 93 ആണ്. അതുപോലെ ആർട്ടിക്കിൾ 95 പവർ ആൻഡ് ഡ്യൂട്ടി ഓഫ് ഡെപ്യൂട്ടി സ്പീക്കർ പറയുന്നത് ആർട്ടിക്കിൾ 95. ആർട്ടിക്കിൾ ഒന്നും വലിയ ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ അതിന്റെ പ്രൊവിഷൻസ്, ഓരോരുത്തരുടെയും അധികാരങ്ങൾ, അവരുടെ പവറുകൾ, കാര്യങ്ങൾ കൃത്യമായി നോക്കുക. ഇനി സ്പീക്കർ റെസിഗ്നേഷൻ കൊടുക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്, ഡെപ്യൂട്ടി സ്പീക്കർ റെസിഗ്നേഷൻ കൊടുക്കുന്നത് സ്പീക്കർക്കാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗമായി റെസിഗ്നേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആണ്. സ്പീക്കർ റെസിഗ്നേഷൻ കൊടുക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർക്കും, ഡെപ്യൂട്ടി സ്പീക്കർ റെസിഗ്നേഷൻ അഡ്രസ് ചെയ്യുന്നത് സ്പീക്കർക്കുമാണ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലോകസഭയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. അതായത് ലോകസഭയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ലോകസഭയുടെ പ്രിസൈഡിംഗ് ഓഫീസറായ സ്പീക്കറുടെ അധികാരങ്ങളും ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.